NSSനെ കുറിച്ച് പൊതുവേ രാഷ്ട്രീയം ഇപ്പം ഒരു കാലത്ത് എനിക്ക് തോന്നുന്നത് നാരായണ പണിക്കർ സാർ മരിച്ചപ്പോഴാണെന്ന് തോന്നുന്നു സംഘപരിവാറിനെ അകറ്റി നിർത്തിയ നേതാവെന്നോ മറ്റോ പിണറായി വിജയൻ പറഞ്ഞതായിട്ടൊരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെ RSSനെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സംഘടനയായിരുന്നു NSS? ഒരിക്കലും ആയിരുന്നില്ല. മന്നത്ത് പത്മനാഭൻ എന്ന മഹാനായ മനുഷ്യൻ സാവർക്കറെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള കോളേജിൻ്റെ ജൂബിലിക്ക് സാവർക്കറെയാണ് വിളിച്ചത്. ഗുരുജി ഗോൾവൽക്കറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതിന് ശേഷമുള്ളവരെല്ലാം മക്കപ്പുഴ വാസുദേവൻപിള്ള, കളത്തിൽ വേലായുധൻ നായർ, പിന്നെ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, ഇങ്ങനെ എല്ലാ മഹാരഥന്മാർക്കും RSSുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇപ്പോൾ സുകുമാരൻ നായർ സാറിനും നല്ല ബന്ധമാണ് RSSുമായിട്ട്. ഈ RSSനെ അകറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ RSS എവിടെയോ കയറാൻ ചെന്നു, അപ്പം നീ കയറണ്ടെന്ന് ഇങ്ങനെ ഒരു സീനില്ലല്ലോ. RSS വേറൊരു സംഘടനയാണ്, അത് എല്ലാവരുടെയും സംഘടനയാണ്. അതിൽ NSSകാരുണ്ട്, SNDPക്കാരുണ്ട്, പുലയ മഹാസഭക്കാരുണ്ട്, ഇത് ഒരു സഭയില്ലാത്തവരുണ്ട്, വഴിയെ പോയവരൊക്കെ സ്വയം സേവകരായിട്ട് നടക്കുന്നുണ്ട്. സ്വയം സേവകരല്ലാത്തവരും ഞാൻ സ്വയം സേവകനാണെന്ന് പറഞ്ഞാറുണ്ട്. അവരുടെ പേരിൽ കള്ളപ്പേരിൽ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്. ഹെഡ്ഗേവാർ പോരാ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഹെഡ്ഗേവാറിന് അടിസ്ഥാനപരമായി തെറ്റുപറ്റിയത് എവിടെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടില്ലേ? ഞാൻ ഓർത്തിടാ അങ്ങനെയൊക്കെ ചെയ്ത്, കാരണം ഹെഡ്ഗേവാറിന് തെറ്റി ഞാൻ പറഞ്ഞു തരാമെന്നാണ്. ഇങ്ങനെ ഇവരെല്ലാം ചേർന്നതാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിനെ അകറ്റി നിർത്താൻ സാധ്യമല്ല, കാരണം നിങ്ങൾ അതിനുള്ളിലാണ് നിൽക്കുന്നത്. പലർക്കും ഉദാഹരണമുണ്ട്. RSS ഹിന്ദു സംഘടന എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കുള്ളിലെ ഒരു സംഘടനയാണ് RSS എന്ന്. അങ്ങനെയല്ല, ഹിന്ദു സമാജത്തിൻ്റെ സംഘടിത രൂപത്തിനുള്ള പേരാണ് RSS. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഞാൻ ആധികാരികമായിട്ട് പറയുകയാണ്. അതിനെനിക്ക് ഒരു വിചാരധാരയും വായിച്ചു നോക്കേണ്ട കാര്യമില്ല. ഹിന്ദുവിനുള്ളിലെ NSS, SNDP, KPMS, വാര്യർ സമാജം എന്ന് പറയുന്ന പോലെ ജാതിയില്ലാത്ത ജാതിക്കാരുടെ ഒരു സംഘടനയാണ് RSS എന്ന് ധരിക്കുന്നവർ. അങ്ങനെയല്ല, ഇവരെല്ലാം ചേർന്ന് ക്രിസ്റ്റലൈസ് ചെയ്ത സമർത്ഥമായ, ശക്തമായ, സംഘടിതമായ ഹിന്ദു സമാജം. അതിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ആ സമാജം എപ്പോഴുണ്ടാകുന്നോ അപ്പോൾ RSSൻ്റെ പ്രസക്തി അസ്തമിക്കും. ഗുരുജിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്, ഹരിയേട്ടൻ എഡിറ്റ് ചെയ്തതാണത്. അതിൽ വ്യക്തമായിട്ട് ഗുരുജി പറയുന്നുണ്ട്, ഒരു സംഘടനയുടെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ ആ സംഘടന അപ്രസക്തമാകും. പിന്നെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരെ സംഘടനയ്ക്ക് പ്രസക്തിയുള്ളൂ. അത് കഴിഞ്ഞ് സംഘടനയും കൊണ്ടു നടന്നു കഴിഞ്ഞാൽ സ്ഥാപിത താല്പര്യവും വഴക്കും ബഹളവും സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം ഇതൊക്കെ ഉണ്ടാവും. സംഘടന പിരിച്ചുവിടണം വൺസ് യു അറ്റൈൻ ദാറ്റ്. അപ്പോൾ രാഷ്ട്രം പരമവൈഭവത്തിലെത്തുകയും ഹിന്ദു സമാജം സുശക്തമായ സംഘടിതമായൊരു സമാജമായിട്ട് മാറുകയും തീരുന്ന ആ നിമിഷം അപ്രസക്തമായി പോകുന്ന ഒരു സംഘടനയാണ് RSS. അതിനെ ആർക്കും അകറ്റി നിർത്താനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിടിച്ച് കൂടെ ചേർക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം അതിൻ്റെ 4 അതിരുകൾക്കുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെല്ലാം സംഘടിച്ച് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് RSS പ്രവർത്തിക്കുന്നത്. RSSന് വേറെ എന്താ താല്പര്യം? സംഘടിതമായ ഹിന്ദു സമാജം. ആ ഹിന്ദു സമാജം രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് നയിക്കും. പിന്നെ RSSൻ്റെ ആവശ്യമില്ല. ഇറ്റ് വിൽ വർക്ക് ഓൺ ഇറ്റ്സ് ഓൺ. 1925 മുമ്പ് ഭാരതത്തിൽ ഹിന്ദുത്വം ഉണ്ടായിരുന്നില്ലേ? RSS ഉണ്ടാക്കിയതാണ്. അതിനു മുമ്പ് ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ചെയ്തത് എന്താ? 1902 സ്വാമി വിവേകാനന്ദന് സമാധിയായി. 25 RSS പിറവിയെടുക്കുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്ന 1902 വരെ ഈ ജോലി സ്വാമി വിവേകാനന്ദൻ ചെയ്തു, ദയാനന്ദ സരസ്വതി ചെയ്തു, രാമകൃഷ്ണ പരമഹംസൻ ചെയ്തു, ഇവരൊക്കെ ചെയ്തു, നാരായണ ഗുരുവും ചെയ്തത് അത് തന്നെയാണ്. സമാജത്തെ സംഘടിപ്പിക്കുക, ശക്തരാവുക, വിദ്യ കൊണ്ട് ശക്തരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ഇത് നാരായണ ഗുരുവിൻ്റെ മുദ്രാവാക്യമാണ്. ഇവരെല്ലാം ചെയ്ത കാര്യമാണ് ഒരു ലാർജർ സ്കെയിലിൽ, ഒരു പക്ഷേ ഒരു സംഘടനയും സെറ്റപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലാർജർ സ്കെയിലിൽ RSS ചെയ്യുന്നത്. എന്നാൽ ഇവരെ കവച്ചു വെച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുകയില്ല. അവരൊറ്റയ്ക്ക് ചെയ്ത ജോലി
ഇത്രയും പേര് ചേർന്ന് ചെയ്തിട്ട് എവിടെയോ ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. RSSനെ അകറ്റി നിർത്തി എന്നുള്ള ആ പ്രയോഗം തന്നെ ശരിയല്ല. നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഗംഗാനദിയിൽ നിന്ന് ഗംഗയെ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്കിത് ഗംഗാജലമാണ് എന്ന് പറഞ്ഞു നിൽക്കാം, അപ്പോഴും ഗംഗ ഒഴുകിക്കൊണ്ടേയിരിക്കും. സോ ദർ ഇസ് നത്തിങ് പ്രോബ്ലം വിത്ത് NSSമായിട്ടല്ല, ഒരു സംഘടനയുമായിട്ടും RSSന് ഇതുപോലത്തെ ഒരു വിഷമമോ പ്രയാസമോ ഒന്നും തന്നെയില്ല.